അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞാൽ ഇന്ന് സുബ്രഹ്മണ്യ സൃഷ്ടി. അപ്പോൾ സുബ്രഹ്മണ്യ സൃഷ്ടിക്ക് നമ്മളുടെ വീട്ടിൻ്റെ അടുത്തില്ലേ ഭദ്രകാളി അമ്പലത്തിൽ കൊള്ളയടി പൂജ, നാഗദേവത്തിന് പൂജ ഉണ്ട്. അപ്പോൾ വലിയതായിട്ടുണ്ടാവും പൂജ, കുറേ ജനങ്ങൾ കൂടിയിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് ചോറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ അമ്മ വന്നിന്, പിന്നെ ധന്യക്ക് ലീവ്. ധന്യ അതാ മിഞ്ഞാന്ന് സാത്ത് മീഡിയയിൽ കളക്കി അങ്ങനത്തെ ഒരു സ്വർണത്തിൻ്റെ ചെയിൻ ഇട്ടിട്ട് ഉണ്ട്. ഇന്ന് ഇതാ ധന്യൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെ ഉണ്ട്. അമ്മ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ട്. അമ്മ കളർഫുൾ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൻ്റെ വിശേഷങ്ങളും കാണാം. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട്, ചോറെല്ലാം ഉണ്ടിട്ട് അവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിൽ കാണാം. ഹൈവേ റോഡിൽ നിന്ന് ഇതന്നെ സ്റ്റെപ്പ്, ഇതൊരു ഉണ്ടിപ്പെട്ടി. ഈ സ്റ്റെപ്പ് കൂടെ കയറിപ്പോയി അമ്പലം കിട്ടും. അതിൻ്റെ അമ്മയ്ക്ക് നടക്കാൻ ലേശം ബുദ്ധിമുട്ടില്ല കൊണ്ട് നമ്മൾ അപ്പുറത്തൊരു പാരസ്റ്റ് കൂടെ ഒരു റോഡുണ്ട്, അത് കൂടെ പോകും. ഇതന്നെ സ്റ്റെപ്പ് കയറി പോയാൽ കിട്ടുന്ന അമ്പലം. ഇതന്നെ നമ്മളുടെ ഭദ്രകാളി അമ്പലത്തേക്ക് പോകാനില്ല വയ്യേ. നമ്മൾ കുറേ വീഡിയോയിൽ കാട്ടിന് താഴെ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതിൽ കൂടെ വന്ന സ്റ്റെപ്പ് കയറിയിട്ട് വരണം. ഇത് കൂടെ വന്ന് അങ്ങനെ ഡയറക്റ്റ് കാട് ഫോറസ്റ്റിന്റെ കൂടെ ഒരു വഴിയുണ്ട്, അതിലേ വന്ന് നേരെ അമ്പലത്തേക്ക് പോകും. അപ്പൊ നമ്മൾക്ക് അമ്പലത്തേക്ക് പോയിട്ട് അമ്പലത്തിന്റെ വിശേഷങ്ങൾ കാണാം. പൂജ കാര്യങ്ങളെല്ലാം തുടങ്ങിന്, കുറെ ജനങ്ങൾ വന്ന് കൂടീന് അല്ലേ? അതെപ്പാ. തീർത്തെല്ലാം മേടിച്ച് പ്രസാദെല്ലാം എടുത്തിട്ട് വന്നല്ലേ. എന്നിട്ട് നമുക്ക് അമ്പലത്തേക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് ചോറുണ്ണാൻ പോവാം. കട്ടേ പറഞ്ഞ കർണാടകത്തിലെ ഇത് നാഗത്തിൻ്റെ മൂർത്തിയിലെ സ്ഥലം. ഇവിടെ തന്നെ ഇന്നത്തെ മെയിൻ പൂജ നടക്കല്. ഇത് നാഗമൂർത്തി അല്ലേ തന്നെയാ ഇന്നത്തെ മെയിൻ പൂജ നടന്നിട്ടുള്ളത് ഇവിടെ. ഇതന്നെ നാഗത്തിൻ്റെ മൂർത്തി. അവിടെ ഒരു പുറ്റുണ്ട്, അതൊക്കെ ഇന്ന് പൂജ നടന്നിന്. ഇതിനൊക്കെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലില്ല അങ്ങനത്തെ ഒരു അമ്പലം. ഇതിൻ്റെ വലിയ അമ്പലം ഇപ്പറുണ്ട്, വലിയ അമ്പലം അപ്പുറമുണ്ട്. ഇത് നാഗത്തിൻ്റെ അമ്പലം അല്ലേ? നമ്മൾക്കിന്ന് പോയിട്ട് നമ്മളുടെ മെയിൻ അമ്പലത്തിൽ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ മെയിൻ അമ്പലം മുകളിൽ പറഞ്ഞിട്ട് ഇതന്നെ നമ്മളുടെ മെയിൻ അമ്പലം. ഇത് ആൾറെഡി നമ്മൾ കാട്ടിന്. പിന്നെ നമ്മുടെ അനിയത്തിൻ്റെ കല്യാണമായത് ഇതേ സ്ഥലം. ഇത് ഗണപതിൻ്റെ. ഇത് ഗണപതി അമ്പലം. സുബ്രഹ്മണ്യ ദൈവം ഇന്നത്തെ മെയിൻ പൂജയായ സ്ഥലം. അപ്പുറത്ത് നാഗമൂർത്തിയിലെ ഒരു അമ്പലമുണ്ട്. ഇതൊരമ്പലം. അമൃതം എടുത്തുകൊണ്ട് ഉപയോഗിക്കാനില്ല ക്യൂ അല്ലേ? ഫുള്ള് ക്യൂ, ആൾക്കാർ വഹിച്ചോണ്ട്. ഇത് അമ്മ ആൾറെഡി ഇരുന്ന് വഹിക്കുന്നുണ്ട്. നമ്മൾ ക്യൂവിൽ നിന്നിന് ഇവിടെ പുറത്തും കൊടുത്തോണ്ടിട്ടുണ്ട് ചോറ്. ഇവിടെ എല്ലാ പെണ്ണുങ്ങൾ തന്നെ ചോറ് കൊടുത്തോണ്ട്. ഇതിന് ഇതൊരു കടല തോറാന്, അച്ചാറ്, പായസം, ഇതെന്ത് മോരുകറി, സാമ്പാർ, ചോറ്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് കഴിച്ചുകൊണ്ട് അമ്മുണ്ട്, ധന്യുണ്ട്, അമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതാ അമ്മേൻ്റെ വക. അതെ,
അമ്പലത്തിക്ക് വന്ന രണ്ടാൾക്കും ബാലേൻ്റെ ഗിഫ്റ്റ്. രണ്ടാൾക്ക് ബാലെ ഇട്ട് കൊടുക്കട്ടെ. അയ്യാ ഏത് വേണോ നോക്കിയിട്ട് ഇട്ടൊലിപ്പ. നിനക്ക് ഏത് വേണം പിന്നെ? ഇപ്പോൾ വല ഇടുന്ന പരിപാടി ഇവിടെ അമ്പലത്തിൽ തന്നെ വല സെയിലാക്കിക്കൊണ്ടുണ്ട്. ಚೆನ್ನಾಗಿ ಸೂಪರ್ ಆಗಿರ್ತದೆ. ഇപ്പൊ അമ്മ ഫ്രണ്ടായി പോയി. ನೋಡಿ ಅಮ್ಮ, ನೀವು ನೆಂಟರಾಗ್ಬಿಟ್ರಂತ ಅವರಿಗೆ. ನೆಂಟರು 45 ವರ್ಷ ಆಯ್ತು ಯಾವ ಸೈಡಲ್ಲಿ ಅದ್ರ ಮೊಕ್ಕ ಬಲ ಇಟ್ಟುണ്ട് കൈ. അതെ സൂപ്പർ ബല എല്ലാം സെയിലാക്കാൻ വെച്ചിട്ടുള്ളത്. ഇത് അമ്മ എടുത്തിരുന്നിട്ട് എങ്ങനെ ഇടണമെന്ന് പറഞ്ഞു കൊടുത്തോണ്ട്. അതെ ಒಂದು ಸಾಕು നമുക്ക് വല ഇട്ടോണ്ട്. അതെ ಹಾಕೊಳ್ಳಿ ನೀವು ಹಾಕೊಳ್ಳಿ. അമ്മക്ക് വല ഇട്ടിട്ടായാലും ആയി. അമ്പലത്തിക്ക് പോയി പൂജയാക്കി ചോറെല്ലാം ഉണ്ട്. അമ്മ ഏട്ടൻ്റെ അവിടെ ഉണ്ട്. ഏട്ടൻ്റെ അവിടെ പോയി കൂട്ടിയിട്ട് വന്ന് അമ്മേൻ്റെ കൂടെ അമ്മ വന്നിട്ടുണ്ടായി. എല്ലാം കൂടിയിട്ട് അമ്പലത്തിക്ക് പോയിട്ട് ദൈവത്തിനെ കണ്ട് കൈ തൊയ്ത് ചോറെല്ലാം വേവിച്ച് വന്നു. പിന്നെ ഇന്നത്തെ നമ്മളുടെ വിശേഷം ഇത്ര തന്നെ ഉള്ളത്. അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബായ്.